ഇന്ന് ചില ആളുകൾക്ക് വല്ലാത്ത പിശുക്ക. കെട്ടിയ പെണ്ണിന് വാങ്ങിക്കൊടുക്കുന്നതിന് 100,000 കണക്ക് പറയുന്നവരുണ്ട്. ഒരു നല്ല പർദ്ദ പോലും കയ്യിലില്ലാതെ ചോദിച്ചാൽ ഇഷ്ടപ്പെടൂല എന്നുള്ള ഭയപ്പാടില് വർഷങ്ങളായി കൊണ്ടടക്കുന്ന പർദ്ദയിൽ മാത്രം ജീവിക്കുന്നവരുണ്ട്. അതൊരു വസ്ത്രം മാത്രമല്ല, ഏതു വസ്ത്രമാണെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ. പെരുന്നാളിന് മക്കൾക്ക് വസ്ത്രമെടുക്കാൻ പൈസ കൊടുക്കുമ്പോ പോലും നിന്റെ കൈകൊണ്ട് എന്റെ പെണ്ണിനൊന്ന് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് പോലും ഇന്ന് കുറവായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമാവട്ടെ, അതോടൊപ്പം ഒരു യാത്രയാവട്ടെ, ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്ത്രമോ ഭക്ഷണമോ ഏതും ഒന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യണം എന്ന്. ഇടക്കിടക്ക് ഭാര്യമാരെയും മക്കളെയൊക്കെ കൂട്ടിയിട്ടൊരു യാത്ര ഇസ്ലാം ഒരിക്കലും കുറ്റാന്ന് പറഞ്ഞിട്ടില്ല. അതിന് സമയം കണ്ടെത്തണം, കാരണം അവർക്ക് പോകാൻ നമ്മളേ ഉള്ളൂ. ഈ അടുത്ത ദിവസം ഒരു സാധു പെൺകുട്ടി വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു, ഉസ്താദിനറിയോ, ഞാനൊന്ന് കോഴിക്കോട് ബീച്ച് കണ്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോയതാ. അവസാനം 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, പ്രായം കുറെ ആയി, കുട്ടികളൊപ്പരം പോയി ബീച്ചിൽ നിന്നൊക്കെ കളിച്ചാൽ മോശമാവും, എനിക്ക് എന്റെ പിയാപ്പിളന്റെ ഒപ്പരം പോവാ. കല്യാണമൊക്കെ കഴിഞ്ഞാൽ എന്നെ പിയാപ്പിള കൊണ്ടുപോകും. അവസാനം ആ പെൺകുട്ടി നെഞ്ചു പൊട്ടിയിട്ട് പറയാ, കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ മോഹിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയതാവട്ടെ ഒരു യാത്ര ഇഷ്ടപ്പെടാത്തൊരു ഭർത്താവ്, ഒരു സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാത്തൊരു ഭർത്താവ്. എന്റെ കൈ പിടിച്ചിട്ട് നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ദൂരത്തേക്കൊന്നും വേണ്ട, തൊട്ടടുത്തേക്കെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി മക്കളെ കൂടെ ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കുന്ന ഒരു മനസ്സാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഉസ്താദേ എന്റെ ഭർത്താവ്. പൈസ ഉണ്ടാക്കണം, ഉള്ളത് സമ്പാദിക്കണം, വെറൈറ്റി ഫുഡ് വാങ്ങി കഴിക്കണം, ഉള്ളത് ജീവിതത്തിൽ കുടുംബത്തിലും പുരമലും കയറ്റണം, വാഹനം ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റണം, ഐഫോൺ മാറ്റണം. ഈ ഒരു ചിന്തയല്ലാതെ ഒന്നിങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാനും ഒരുമിച്ചിരിക്കാനും മനസ്സാഗ്രഹിക്കുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ആ മനസ്സ് കാണാത്ത ഭർത്താക്കന്മാരും കുറ്റക്കാരാ. വേദനിച്ച് ജീവിക്കുന്ന എത്ര ഭാര്യമാര് നമ്മുടെ അടുത്തുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരു ചായ പോലും വാങ്ങിക്കൊടുക്കാത്തവരുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭാര്യമാരെ വലിയ സൈക്കോളജിയാണത്. ഇത് ലോകത്താരും പഠിപ്പിച്ചല്ല, അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച. അതുകൊണ്ട് ആ കയ്യിലുള്ള ഒരു കാരക്ക കഷണം കിട്ടുമ്പോഴേക്കും അള്ളാന്റെ റസൂൽ ഒന്ന് ചീന്തി അരയിൽ വെക്കും. സഹാബത്ത് ചോദിച്ചു, റസൂലേ അതാർക്കാ? അള്ളാന്റെ പ്രവാചകൻ പുഞ്ചിരിയോടെ പറയും, അതിന്റെ ആയിഷാക്ക, അതിന്റെ ആയിഷാക്ക. അത് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ പെൺകുട്ടികളും. ആയുസ്സുള്ള കാലത്ത് അത് മോഹിച്ചും സ്വപ്നം കണ്ടു നമ്മളെ ജീവിതത്തിലേക്ക് വന്ന്. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഒരു യാത്രയൊക്കെ പോകുമ്പോൾ ഒന്നും വേണ്ട, ഒരു വൈകുന്നേരം കുടുംബത്തിനെയും കൂട്ടി നാടിയിലേക്ക് ഇറങ്ങി ആ സമയത്ത് ലൈവായിട്ട് പൊരിച്ചു കിട്ടുന്ന ഒരു പഴംപൊരി ഒരു ചായയും വാങ്ങിക്കൊടുത്ത വലിയ മോഹ, വലിയൊരു സന്തോഷ. ഭർത്താവിന്റെ കൂടെ ഒരു മേശന്റെ അരികിലിരുന്ന ഒരു ചായ ഒക്കെ കുടിക്കുന്നത് സ്വപ്നമായിട്ട് കാണുന്ന ഭാര്യയാണോന്നറിയാൻ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി.